അടുത്തത് ഡിലീറ്റ് ചെയ്തു. അടുത്തത് എഡിറ്റ് ആണ് ചെയ്യാനുള്ളത്, ഇല്ലേ? അപ്പൊ എഡിറ്റ് എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുക? അപ്പൊ എഡിറ്റിന് വേണ്ടി നമ്മൾ ബാക്ക് എൻഡ് എഴുതിയിട്ടുണ്ട്, ഇല്ലേ? അപ്പൊ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഐഡിയ ഉണ്ട്, ഇല്ലേ? അതുപോലെ നമുക്ക് എന്തുണ്ട്, ആ ഡേറ്റ ഉണ്ട്. നമ്മൾ ആ ഡേറ്റ പാസ് ചെയ്യുമ്പോൾ ഐഡിയ ഉള്ള ഡേറ്റ എഡിറ്റ് ആവും. അത് ആ സമയത്ത് ഡേറ്റ എഡിറ്റ് ചെയ്യാം, അല്ലേ? അപ്പൊ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി ഫോം വന്നില്ലേ, ഇതേപോലെ ഫോമിലേക്ക് വരും. ഓക്കെ, അവിടെ എഡിറ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ അത് ആ സമയത്ത് എഡിറ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി അതിന്റെ പേര് മെസ്സി എന്നാണ് പേരെങ്കിൽ മെസ്സി എന്നുള്ള പേര് ഇവിടെ കാണണം, ഏജ് ഇവിടെ കാണണം, പ്ലേസ് ഇവിടെ കാണണം, ഇമേജ് ഇവിടെ കാണണം. അതായത് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ഡേറ്റ ഓൾറെഡി ആ ഫോമിൽ കാണണം. നമ്മൾ എന്ത് ചെയ്യും, ഏതാണോ ചേഞ്ച് ചെയ്തത് ബാക്ക് സ്പേസ് കളഞ്ഞിട്ട് ചേഞ്ച് ചെയ്യും. മനസ്സിലായോ? ഇങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അതായത് എഡിറ്റ് പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, എഡിറ്റ് പേജ് വരണം, എഡിറ്റ് പേജിനകത്ത് ആ ഡേറ്റ എന്ത് ചെയ്യണം, ഉണ്ടാവണം. മനസ്സിലായോ? അതായത് ആ പേജിനുള്ള ആ ഒരു ഓരോ ഇൻപുട്ട് ടാഗിൽ ആ ഡേറ്റ ഉണ്ടാവണം. ഫസ്റ്റ് സ്റ്റെപ്പ് അങ്ങനെ വരുന്നതാണ്. ഓക്കെ, നമുക്ക് ചെയ്യാം. ഓക്കെ, ഓൾറെഡി മനസ്സിലായോ? ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്യുന്നു, എഡിറ്റ് പേജിലേക്ക് വരുന്നു. ആ എഡിറ്റ് പേജിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഓൾറെഡി എഡിറ്റ് ചെയ്യേണ്ട ഡേറ്റ ആ ഇൻപുട്ട് ടാഗിൽ കാണിക്കും. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ആഡ് യൂസർ പേജിൽ ഒരു കോപ്പി എടുക്കാം. ശ്രദ്ധിക്കണത് കാണുന്നത്, ആഡ് യൂസർ പേജിൽ കോപ്പി എടുക്കുന്നു. നമ്മൾ അതിന് എന്ത് ചെയ്യുന്നു, എഡിറ്റ് യൂസർ ആകും. ഓൺലൈൻ ഉള്ളവർക്ക് ഡൗട്ട് വരുവാണെങ്കിൽ ചോദിക്കാം. അപ്പോൾ ജസ്റ്റ് അവർ ഇതിന്റെ പെരുമാറ്റം മാറ്റി ബാക്കി എല്ലാം സെയിം തന്നെ. ഇത് എഡിറ്റ് ചെയ്യാനുള്ള പേജ് എഡിറ്റ് യൂസർ ഓക്കെ ആണല്ലോ. അപ്പൊ ഈ പേജിലേക്ക് യൂസർ വരുന്നത് ഏതെങ്കിലും ഒരു കാർഡിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു കാർഡിനകത്തുള്ള എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തായിരിക്കും വരാം. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ അതിനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ അതിന് വേണ്ടി അവിടെ എഡിറ്റ് ഓപ്ഷൻ കൊടുക്കാനുള്ള നമ്മുടെ എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നത് ചോദിക്കണേ. നമ്മുടെ ഹോമിൽ വരുന്നു, ഇത് മനസ്സിലാക്കണേ, ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു, ഓരോ ഓപ്ഷൻ നോക്കുന്നു. ഡിലീറ്റ് കാർഡിന് വരാം, എഡിറ്റ് കാർഡ്. ഓക്കെ, എന്നിട്ട് അതിന് സേസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. ബ്ലൂ ഒരു ഓപ്ഷൻ വന്നു. ഇനി യൂസറെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, എഡിറ്റ് ചെയ്യാനുള്ള പേജിലേക്ക് വേണം. അതേത് പേജാ, നമ്മുടെ എഡിറ്റ് യൂസർ പേജ്. നമ്മളിപ്പോൾ അത് കോപ്പി ചെയ്തു, ആഡ് യൂസറിനെ കോപ്പി ചെയ്തു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതേ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എഡിറ്റ് ചെയ്യാനുള്ള പേജ് വേണം. അതിന്റെ ടെക്സ്റ്റ് എഡിറ്റ് യൂസർ എന്നായിരിക്കണം, അല്ലേ? നമുക്ക് ചെയ്യാം. എഡിറ്റും ഡിലീറ്റും അല്ലേ? ഓക്കെ ആണല്ലോ. അപ്പോൾ യൂസറിനെ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമുക്ക് ആ ഒരു എഡിറ്റ് ഓപ്ഷനൊക്കെ വർക്കാം. അപ്പോൾ അതിനായിട്ട് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മൾ ആദ്യമേ യൂസറെ ക്ലിക്ക് ചെയ്യുമ്പോൾ എഡിറ്റ് പേജിലേക്ക് ചേഞ്ച് ചെയ്യണം. അല്ല, ഓക്കെ. അപ്പോൾ യൂസർ ഇവിടെ മൾട്ടിപ്പിൾ കാർഡുകൾ വരാം. നമുക്ക് ഒരു കാർഡ് ആഡ് ചെയ്യാം. ഇമേജ് ആയിട്ട് നമ്മൾ ലിങ്ക് അല്ലേ ഇടുക, HTTP അല്ലേ? ഇമേജ് അപ്ലോഡ് നമുക്ക് ഇതിന് ശേഷം പഠിക്കാം. ലോക്കൽ ഹോസ്റ്റ് 8000 ഇമേജ് കറക്റ്റ് അല്ലേ? ഓ, ഇമേജ് ഉണ്ടല്ലേ, /images/ ഓക്കെ. ഇവിടെ രണ്ട് യൂസർ ഉണ്ട്. ഞാനിവിടെ ഏതിലാണോ എഡിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നത് അതിന്റെ എന്ത് ചെയ്യണം, എഡിറ്റ് പേജിലേക്കാണ് പോകേണ്ടത്. ഓക്കെ ആണല്ലോ. നമുക്കിവിടെ ഒറ്റ എഡിറ്റ് പേജേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പേജിൽ ഓടി. ഓക്കെ, ആ പേജിന്റെ URL വഴി നമ്മൾ എന്ത് ചെയ്യും, ഏത് യൂസറിലാണോ ക്ലിക്ക് ചെയ്തത് ആ യൂസറിന്റെ ID പാസ് ചെയ്യും. മനസ്സിലായോ? എന്നിട്ട് ID വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ യൂസറിനെ അവിടെ ഗെറ്റ് ചെയ്ത് നമ്മൾ ആ യൂസറിനെ ആ ഫോമിൽ കാണിച്ച് അങ്ങനെയാണ് എഡിറ്റ് ചെയ്യുക. അങ്ങനെ ഏത് യൂസറിനെയാണ് എഡിറ്റ് ചെയ്യുന്നത് നമ്മൾ അറിയണമല്ലോ. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എഡിറ്റ് പേജിലേക്ക് പോകും. എഡിറ്റ് പേജിലേക്ക് പോകും, പക്ഷേ എന്ത് ചെയ്യണം, നമ്മൾ ഏത് യൂസറിനെയാണ് എഡിറ്റ് ചെയ്യാൻ പോകുന്നത് അറിയാൻ പറ്റണം. അത് അറിയണമെങ്കിൽ നമ്മൾ ID പാസ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കണം, ഇവിടെ വരുന്നു, നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പേജ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതിന്റെ URL ID പാസ് ചെയ്യാൻ വേണ്ടി /ID എന്ന് കൊടുക്കും. നിങ്ങൾക്ക് അറിയാലോ, ഇങ്ങനെ URL നമുക്ക് ID പാസ് ചെയ്യാം. ഓക്കെ, ഡൗട്ട് ആയത്. എന്നിട്ട് നമ്മൾ ചെയ്യുന്നു, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, എഡിറ്റ് യൂസർ സെറ്റ് ചെയ്യുക, ഇമ്പോർട്ട് എഡിറ്റ് യൂസർ ഫ്രം /page/edit user. നമ്മൾ ആഡ് യൂസർ മാറ്റി ഇവിടെ എഡിറ്റ് യൂസർ ആക്കും.
അപ്പോൾ അങ്ങനെ ഒരു പേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് യൂസർ அதை ക്ലിക്ക് ചെയ്താൽ ഈ എഡിറ്റ് യൂസർ പേജിലേക്ക് പോകാൻ വേണ്ടി നമുക്ക് യൂസ് നാവിഗേറ്റ് ഉപയോഗിക്കാം. ഇതിൻ്റെ ഐഫോൺ ഉണ്ട്, നോക്കട്ടെ ഐഫോൺ ഉണ്ടോ. ഓക്കെ, പക്ഷേ ഓൺലൈൻ ഉണ്ട്. നമ്മൾ എഡിറ്റ് കാണിച്ചോണ്ടിരിക്കുന്നത്. ഓക്കെ, ശ്രീത ഡിലീറ്റ് ചെയ്തായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിലെ? ഓക്കെ, അടുത്ത എഡിറ്റ് ആണ്. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആദ്യമേ എഡിറ്റ് യൂസർ പറഞ്ഞ പേജ് ക്രിയേറ്റ് ചെയ്തു ഇല്ലേ. അപ്പോൾ അവിടെ അത് ശരിക്കും ആ എഡിറ്റ് യൂസർ എന്ന് പറഞ്ഞ പേജിനകത്ത് ശരിക്കും നമ്മൾ ആഡ് യൂസറിന്റെ കോപ്പി എടുത്തിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പോകും, നമ്മൾ ആ ഇൻപുട്ട് ടൈപ്പ് ചെയ്യാൻ പോകും. അതേ ഇൻപുട്ട് തന്നെയാണ് വരിക. എന്നിട്ട് നമ്മളൊരു URL ക്രിയേറ്റ് ചെയ്തു, അതായത് എഡിറ്റ് യൂസർ എന്ന് പറഞ്ഞ പേജ് ക്രിയേറ്റ് ചെയ്തു. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എഡിറ്റ് യൂസർ എന്ന് പറഞ്ഞ പേജിലേക്ക് നമ്മൾ പോവുകയും ചെയ്യും. ഓക്കെ, ഇനി അടുത്ത വെച്ചാൽ യൂസർ വേണ്ടി എഡിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ഡിലീറ്റ് ആണ് കൊടുത്തേക്കുന്നത്. എഡിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കണം, യൂസർ എഡിറ്റ് പേജിലേക്ക് പോകണം അല്ലേ. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വരുന്നു, നമ്മളിവിടെ ആ പേജ് ചേഞ്ച് ചെയ്യണം, നമുക്ക് എന്ത് വേണം, യൂസ് നാവിഗേറ്റ് വേണം. യൂസ് നാവിഗേറ്റ് ഉപയോഗിക്കുന്നു. കോൺസ്റ്റ് നാവിഗേറ്റ് ഈക്വൽ ടു യൂസ് നാവിഗേറ്റ്. എന്നിട്ട് ഇവിടെ വരുന്നു, ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നാവിഗേറ്റ് ചെയ്യാൻ പോകണം. നാവിഗേറ്റ് ടു എങ്ങോട്ടാ പോകുന്നത്, എഡിറ്റ് യൂസർ സ്ലാഷ് ഐറ്റം ഡോട്ട്. അപ്പോൾ എഡിറ്റ് യൂസർ പറഞ്ഞ പേജിലേക്ക് പോകും /ID. ഇപ്പോൾ URL വഴി ID പാസ് ആവും. ഓക്കെ ആണല്ലോ, നമുക്ക് നോക്കാം. എടുത്ത് ക്ലിക്ക് ചെയ്യുന്നു, നമ്മൾ എഡിറ്റ് യൂസർ പറഞ്ഞ പേജിലേക്ക് വന്നു. ഇവിടെ URL നോക്കിയേ, ID ഉണ്ട്. ഇത് ആഡ് യൂസർ പേജ് അല്ല, ഇത് എഡിറ്റ് യൂസർ പേജാണ്. നോക്കി കഴിഞ്ഞാൽ ആ പേജിന്റെ ബട്ടണും കൂടെ എടുത്താൽ എഡിറ്റ് യൂസർ. ഓക്കെ, നോക്കിയാൽ നമ്മുടെ URL-നകത്ത് എന്തുണ്ട്, ID ഉണ്ട്. ഇത്ര ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നമ്മുടെ ആവശ്യം വെച്ചാൽ യൂസർ ഏതെങ്കിലും ഒരു യൂസറിനെ ക്ലിക്ക് ചെയ്തിട്ടാണ് വരുന്നത്, ഏതെങ്കിലും ഒരു പ്ലെയറിനെ ക്ലിക്ക് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ ആ പ്ലെയറിന്റെ ID URL കാണും. നമുക്ക് വേണമെങ്കിൽ ഈ ഫോം ലോഡ് ആവുന്ന സമയത്ത് ഈ ഫോമിനകത്ത് എന്ത് ചെയ്യണം, ഏത് പ്ലെയറിനെയാണോ നമ്മൾ ക്ലിക്ക് ചെയ്തത് ആ പ്ലെയറിന്റെ എന്ത് വേണം, ആ പ്ലെയറിന്റെ ഡീറ്റെയിൽസ് വേണം. ഓക്കെ ആണല്ലോ, നമ്മൾ എഡിറ്റ് യൂസ് ആണ് ചെയ്യുന്നത്. നിങ്ങൾ ഡിലീറ്റ് ചെയ്തായിരുന്നോ ലാസ്റ്റിലെ, അത് ചെയ്യാൻ ഡിലീറ്റോ, അത് ഇന്നാണ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആവശ്യം എന്താ, ഇവിടെ നമ്മൾ ഏത് യൂസറിലാണോ ക്ലിക്ക് ചെയ്തത് അയാളുടെ ഡീറ്റെയിൽസ് ഇവിടെ വേണം. പറയാൻ മനസ്സിലായോ? അപ്പോൾ അത് വരാൻ വേണ്ടി ഈ പേജ് ലോഡ് ആവുന്ന സമയത്ത് ആ പേജിൽ എന്തുണ്ട്, ഏത് യൂസറിനാണോ ക്ലിക്ക് ചെയ്തത് അയാളുടെ ID ഉണ്ട്, എവിടെ ഉണ്ട്, URL ഉണ്ട്. അതെങ്ങനെ എടുക്കുക, യൂസ് പാരാമീറ്റർ ഇല്ലേ. നമുക്ക് എന്ത് ഇവിടെ ഉണ്ട്, ഇതാണ് നമ്മുടെ എഡിറ്റ് യൂസർ പേജ്. ഇവിടെ യൂസ് പാരാമീറ്റർ കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് പേരിലാണോ അവിടെ സെൻഡ് ചെയ്തത്, എന്ത് പേരില്ല ID എന്ന് പറഞ്ഞ പേര് നമുക്ക് വേണ്ട എന്ത് ചെയ്യാം, എടുക്കാം യൂസ് പാരാമീറ്റർ ID. അതായത് നമ്മുടെ URL ID നമുക്ക് ഇവിടെ കിട്ടും. അതൊന്ന് മനസ്സിലാക്കണം, ജസ്റ്റ് ഒന്ന് കൺസോൾ ചെയ്യാം. കൺസോൾ ID ഈ പേജ് ലോഡ് ആകുമ്പോൾ ID കിട്ടുമല്ലോ എന്ന് അറിയാണ്ട് അതിനൊന്ന് കൺസോൾ ചെയ്യും, ഇൻസ്പെക്ട് ചെയ്യാം. ആ URL ഉള്ള ID ഏതാണോ അത് നമുക്ക് കിട്ടും. കണ്ടോ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പേജ് ലോഡ് ആവുന്ന സമയത്ത് URL ID ഉണ്ട്. ഏത് യൂസറിലാണോ നമ്മൾ ക്ലിക്ക് ചെയ്തത് അയാളുടെ ID ഇല്ലേ, നെയ്മറിലാണെങ്കിൽ നെയ്മറിന്റെ ID, ആരെയാണോ ക്ലിക്ക് ചെയ്ത് അയാളുടെ ID. നമ്മുടെ ആവശ്യം ഈ എഡിറ്റ് പേജ് ലോഡ് ആവുന്ന സമയത്ത് അയാളുടെ ഡീറ്റെയിൽസും ഈ ഫോമിൽ ഓൾറെഡി ഫിൽഡ് ആയിരിക്കണം, എന്നാലും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അതിനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഈ എഡിറ്റ് യൂസർ പറഞ്ഞ പേജ് ലോഡ് ആവുന്ന സമയത്ത് നമുക്കറിയാം ഏത് യൂസറിലാണോ ക്ലിക്ക് ചെയ്തത് അയാളുടെ ID നമുക്ക് URL കിട്ടി, സോറി URL കിട്ടി. ഇനി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ വരുന്നു, നമ്മൾ ഫംഗ്ഷൻ എഴുതും ഗെറ്റ് യൂസർ ബൈ ID. ID ഉണ്ടെങ്കിൽ യൂസറിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാമല്ലോ. ഗെറ്റ് യൂസർ ബൈ ID നമ്മൾ ചെയ്തില്ലേ, ഒരു യൂസറിനെ ID വെച്ചെടുക്കാമല്ലോ. അതിനുള്ള URL നമ്മൾ എഴുതിയിട്ടുണ്ട്, ഗെറ്റ് ബൈ ID ഇല്ലേ. നമ്മൾ ഇവിടെ വരുന്നു, നമ്മൾ ഇവിടുന്ന് ആക്സസ് ഉപയോഗിച്ച് അതിനെ ഗെറ്റ് ചെയ്യാൻ പോകും. കോൺസ്റ്റ് ഗെറ്റ് യൂസർ ബൈ ID ഈക്വൽ ടു, ഇത് തന്നെ കോപ്പി ആണ് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇതാണ് ഫംഗ്ഷൻ /user നമ്മുടെ ഗെറ്റ് ആണ് മെത്തേഡ്. എന്നിട്ട് /user എന്തുകൂടെ വേണം, ID വേണം. ഇതാണല്ലോ റിക്വസ്റ്റ് അയക്കുക. ഇപ്പോൾ ലോക്കൽ ഹോസ്റ്റ് 8000 /user/ID അതിലേക്ക് റിക്വസ്റ്റ് അയച്ചാലാണ് ഇത് വർക്ക് ആവുക ഇല്ല. ഗെറ്റ് ബൈ ഐഡിയിലേക്ക് ഒരു റിക്വസ്റ്റ് പറഞ്ഞെങ്കിൽ HTTP ലോക്കൽ ഹോസ്റ്റ് 8000 /user/ID ഉണ്ട്. അപ്പോൾ ID നമ്മൾ ഓൾറെഡി വെച്ചിട്ട് നമ്മളൊരു URL എഴുതി. ഈ URL ഇത് ഈ ഫംഗ്ഷൻ കോൾ ആയി കഴിഞ്ഞാൽ നമ്മുടെ യൂസറിലേക്ക് ഒരു ഗെറ്റ് റിക്വസ്റ്റ് പോകും. എന്നിട്ട് നമുക്ക് തൽക്കാലം ഒരു കാര്യം ചെയ്യാം, console.log റെസ്പോൺസ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്നോ, നമ്മളിവിടെ യൂസ് എഫക്റ്റ് കൂടെ കൊണ്ടുവരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പേജ് ലോഡ് ആകുമ്പോൾ വർക്കാൻ വേണ്ടി യൂസ് എഫക്റ്റ് നമ്മൾ കൂൾ ചെയ്യുന്നു. അതിലേക്ക് ഫസ്റ്റ് പാരാമീറ്റർ ആയിട്ട് ഫംഗ്ഷനും രണ്ടാമത്തെ പാരാമീറ്റർ ആയിട്ട് അറേയും പാസ് ചെയ്യുന്നു. എന്നിട്ട് ആ ഫംഗ്ഷൻ നമ്മൾ ഗെറ്റ് യൂസർ ബൈ ഐഡിയും കൂൾ ചെയ്യും. അതായത് ഈ പേജ് ലോഡ് ആകുമ്പോൾ ഈ ഫംഗ്ഷൻ കോളാം. ഓക്കെ, അതായത് നിങ്ങൾ ഈ പേജ് ഇൻസ്പെക്ട് ചെയ്ത് നോക്കുവാണെങ്കിൽ ഇവിടുത്തെ കൺസോളിൽ ഏത് യൂസറിലാണോ ക്ലിക്ക് ചെയ്ത് വന്നത് അയാളുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും. റെസ്പോൺസ് ഡോട്ട് കൺസോൾ. അതായത് അത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഒരാളെ ആഡ് ചെയ്യാം. ഓക്കെ, ഇത് ആഡ് യൂസർ പേജാണ്. ആഡ് യൂസർ കറക്റ്റില്ല. ഇതോടാ ഓഹോ
ഇപ്പൊ ഞാൻ മെസ്സിയിലാണ് എഡിറ്റിന് പ്രസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കൺസോളിൽ മെസ്സിയുടെ ഡേറ്റസ് ആയിരിക്കും വരിക. അത് ഈ പേജ് ലോഡ് ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ആ URL ഉള്ള ID വെച്ചിട്ട് നമ്മൾ ഡേറ്റ ഫെച്ച് ചെയ്യും. ഇപ്പൊ മെസ്സിലാണല്ലോ ക്ലിക്ക് ചെയ്തത്, URL ഒന്നും മെസ്സിയുടെ ID ആയിരിക്കുമല്ലോ. ഈ പേജ് ലോഡ് ആകുമ്പോൾ എന്ത് ചെയ്യും, മെസ്സിയുടെ ഡീറ്റെയിൽസ് വെച്ച് ചെയ്യും. ഓക്കെ, അതുപോലെ ഞാൻ ക്ലിക്ക് ചെയ്യുന്നത് നെയ്മറിലാണെങ്കിൽ നെയ്മറിന്റെ ഡീറ്റെയിൽസ് വെച്ച് ചെയ്യും. കണ്ടപ്പോൾ കിട്ടിയത് നെയ്മറിന്റെ ആണ്. ഇനി നമ്മുടെ ആവശ്യത്തിൽ നമുക്ക് ഇതിനെ ഈ ഒരു എവിടെ കാണിക്കണം, ഇൻപുട്ട് ടാഗിൽ കാണിക്കണം. ഇൻപുട്ട് ടാഗിലേക്ക് ഡേറ്റ പ്രോഗ്രാമിൽ കാണിക്കാൻ എന്താ ഉപയോഗിക്കുക, വാല്യൂ വന്നില്ലേ, വാല്യൂ പറഞ്ഞ ഹലോ കൊടുത്താൽ ഇൻപുട്ട് ടാഗിൽ ഹലോ വരും. നമ്മൾ ഇത് എവിടെ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ടു ഡൂവിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ട് വാല്യൂ കൊടുക്കുന്നു, എന്നിട്ട് വാല്യൂ ഈക്വൽ ടു വാല്യൂ. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇപ്പൊ നമ്മൾ ഗെറ്റ് ചെയ്ത ഡേറ്റ നമ്മുടെ റെസ്പോൺസ് ഡേറ്റ ഉണ്ട്, നമ്മൾ അതിനെ എന്ത് ചെയ്യും, നമ്മുടെ യൂസറിലേക്ക് സെറ്റ് ചെയ്യും. സെറ്റ് യൂസർ ഓഫ് റെസ്പോൺസ് ഡോട്ട് ഡാറ്റ, അതായത് റെസ്പോൺസ് ആയിട്ട് വന്നേക്കുന്ന ഡേറ്റയെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു സ്റ്റേറ്റിലേക്ക് സെറ്റ് ചെയ്യുന്നു. നെയിം, ഏജ്, പ്ലേസ്, ഇമേജ്. ഓക്കെ ആണല്ലോ, ഇത് നമ്മൾ സെറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ചെയ്യുമ്പോൾ വരുന്നതായിരിക്കും നമ്മൾ ഇൻപുട്ട് ടാഗ് എല്ലാം വാല്യൂ എടുക്കുന്നു. ഇവിടെ നിന്ന് കൊടുക്കും വാല്യൂ, നമ്മൾ ചെയ്യേണ്ട വരുന്ന യൂസർ ഡോട്ട് നെയിം. നമ്മുടെ പേജ് ലോഡ് ആവുന്നു, പേജ് ലോഡ് ആവുന്നു. ഇവിടേക്ക് എന്ത് വരും, യൂസർ ഡോട്ട് നെയിം വരും. അതായത് നമ്മുടെ പേജ് ഈ പേജ് ലോഡ് ആവുന്ന സമയത്ത് ID വെച്ച് നമ്മൾ ഏത് യൂസറിലാണ് ക്ലിക്ക് ചെയ്തത് അയാളുടെ ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്തുകൊണ്ട് വന്ന് നമ്മൾ ഇവിടേക്ക് സെറ്റ് ചെയ്യും ഈ സ്റ്റേറ്റിലേക്ക്. അതായത് ആ ഡീറ്റെയിൽസ് ഫുൾ എന്ത് ചെയ്യും, ഈ സ്റ്റേറ്റിലേക്ക് സേവ് ആവും. നെയിം, ഏജ്, പ്ലേസ്, ഇമേജ്. ഓക്കെ ആണല്ലോ. എന്നിട്ടാണ് നമ്മൾ ഇവിടെ വന്നിട്ട് വാല്യൂ എന്ന് പറഞ്ഞിട്ട് യൂസർ ഡോട്ട് നെയിം കൊടുത്താൽ ഇവിടേക്ക് നെയിം വരും. ഇവിടെ യൂസർ ഡോട്ട് ഏജ് എന്ന് കൊടുത്താൽ ഇവിടേക്ക് ഏജ് വരും. യൂസർ ഡോട്ട് പ്ലേസ് എന്ന് കൊടുത്താൽ ഇവിടേക്ക് പ്ലേസ് വരും. യൂസർ ഡോട്ട് ഇമേജ് കൊടുത്താൽ ഇവിടേക്ക് ഇമേജ് വരും. ഓക്കെ, ഞാൻ ഹോമിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഞാൻ ആഡ് യൂസർ ക്ലിക്ക് ചെയ്താൽ ആഡ് യൂസറിനെ ആഡ് ചെയ്യാൻ വേണ്ടി ഫോം വരും. ഞാൻ ഇവിടെ ഏതെങ്കിലും പ്ലെയറിനെ ക്ലിക്ക് ചെയ്താൽ എഡിറ്റ് യൂസറിലേക്ക് പോകും. അവിടെ നോക്കിയാൽ ആ പ്ലെയറിന്റെ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കലി ഫോം വന്നു. കണ്ടോ, ഞാനിപ്പോൾ ആ മെസ്സേജ് ക്ലിക്ക് ചെയ്താൽ മെസ്സേജ് വന്നു. നല്ല നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നെയ്മറാണ് ക്ലിക്കുന്നെങ്കിൽ നെയ്മറിന്റെ വന്നു. ഇനി നമുക്ക് എഡിറ്റ് ചെയ്യാം അല്ലേ. എഡിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യാം, നമ്മൾ ഇവിടെ ചെയ്തേക്കുന്നത് വെച്ചാൽ നമ്മുടെ ആഡ് യൂസർ എന്ന് പറഞ്ഞ പേജിനെ കോപ്പി ചെയ്ത് എടുത്തേക്കാം. അപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്റ്റേറ്റ് ചേഞ്ച് ആവും. കാര്യം നമ്മൾ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് എഡിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം, എഡിറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ആണ് കോൾ ആവേണ്ടത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആഡ് യൂസർ മാറ്റിയിട്ട് അത് എഡിറ്റ് യൂസർ ആക്കും. എന്നിട്ട് എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആക്സസ് തൊട്ട് പാച്ച്, എന്നിട്ട് URL ID പാസ് ചെയ്യും. എഡിറ്റ് ചെയ്യേണ്ട ഡേറ്റ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ പാസ് ചെയ്യും. എഡിറ്റ് ചെയ്യേണ്ട ഡേറ്റ വെച്ചാൽ ഈ ഡേറ്റ തന്നെയാണ്. നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഡേറ്റ മാറും, അത് എഡിറ്റ് ആയിക്കോളും. URL ID പോകും. നമുക്ക് എഡിറ്റ് ആവുന്നുണ്ടെന്ന് അറിയാം. ഞാൻ ഇവിടെ വന്നിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്യുന്നു. നമുക്ക് ഹോമിലേക്ക് വരാം. നെയ്മറിന്റെ പേരിന്റെ ഇവിടെ JR എന്ന് ചേർത്ത് ഓക്കെ, എഡിറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ചേഞ്ച് ആയി നോക്കിയേ, എഡിറ്റായി. നമുക്ക് എന്ത് ചെയ്യാം, മെസ്സിയുടെ ഏജ് ഒന്ന് മാറ്റാം, എടുത്തു കൊടുക്കുന്നു. കേട്ടോ, നമ്മൾ ഇനി ഏത് ക്ലിക്ക് ചെയ്താലും അത് എടുത്താൽ. ഇവിടെ നമ്മൾ ചെയ്ത പ്രോസസ് എന്തൊക്കെയാ, ഒന്നാമത്തെ പ്രോസസ് എന്താ, നമ്മൾ ആദ്യമേ എഡിറ്റ് യൂസറിന്റെ ഒരു പേജ് സെറ്റ് ചെയ്തു. അതായത് നമ്മൾ ആഡ് യൂസറിന്റെ കോപ്പി എടുത്ത് വെച്ചു, പേര് മാറ്റി അല്ലേ, ഈ പേര് മാറ്റി ഫംഗ്ഷൻസും ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ഫോം സെയിം ആയതുകൊണ്ട് നമ്മൾ അതുപോലെ വെച്ചു. എന്നിട്ട് നമ്മൾ ചെയ്തവരുടെ എന്താ, നമ്മൾ അടുത്ത ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ അതിനെ അങ്ങനെ ഒരു പേജിനെ നമ്മൾ കണക്ട് ചെയ്തു. അങ്ങനെ ഒരു പേജ് നമ്മൾ കണക്ട് ചെയ്തു, എഡിറ്റ് യൂസർ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ അത് വെച്ചാൽ അപ്പം നമ്മൾ ഇനി എന്താ /edit user / ഒരു ID ഉള്ള ഒരു URL ചേഞ്ച് ചെയ്യുവാണെങ്കിൽ എഡിറ്റ് യൂസർ എന്ന പേജാണ് ഇവിടെ ആവുക. ഇനി നമ്മൾ ഈ എഡിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള കോഡ് എഴുതി, അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. നമ്മുടെ കാർഡിനകത്ത് എഡിറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ നാവിഗേറ്റ് ടു /edit user /ID. അതായത് ഞാൻ ഏതിലാണ് ക്ലിക്ക് ചെയ്യുന്നത് അപ്പോൾ എന്ത് ചെയ്യും, URL ഇത് വരും. ഇത് വരുമ്പോൾ നമ്മൾ എഡിറ്റ് യൂസർ പേജിലേക്ക് പോകും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും, എഡിറ്റ് യൂസർ എന്ന് പറഞ്ഞ പേജിലേക്ക് പോകുന്ന വെറുതെ പോലെ URL നമ്മൾ ID പാസ് ചെയ്യുന്നുണ്ട് അല്ലേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ എഡിറ്റ് യൂസർ പേജ് ലോഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വരുന്നു. ഇവിടെ വരുമ്പോൾ നമ്മൾ URL ആദ്യം ID എടുക്കും. എന്നിട്ട് നമ്മൾ ഈ ID വെച്ചിട്ട് ഗെറ്റ് യൂസർ ബൈ ID, ആ ഗെറ്റ് ചെയ്ത ഡേറ്റ നമ്മൾ സ്റ്റേറ്റിലേക്ക് സെറ്റ് ചെയ്യും. ഇതിനെ ഗെറ്റ് ചെയ്യുന്നത് നമ്മുടെ യൂസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പേജ് ലോഡ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി URL ID എടുത്ത് ആ ഒരു APIയിലേക്ക് ഒരു റിക്വസ്റ്റ് അയച്ച് റെസ്പോൺസ് എടുത്ത് സ്റ്റേറ്റിലേക്ക് സെറ്റ് ചെയ്യും. ഇത്രയും പരിപാടി. അപ്പോൾ സ്റ്റേറ്റിലേക്ക് ഡേറ്റ വന്നു. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഓരോ ഇൻപുട്ട് ആയാലും വാല്യൂ എന്ന് പറയുന്ന ഒരു കീയിൽ നമ്മൾ എന്ത് ചെയ്യും, നെയിം, ഏജ്, പ്ലേസ്, ഇമേജ് ഇത്രയും പാസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് യൂസർ എന്തെങ്കിലും ചേഞ്ച് വരുത്താണെങ്കിൽ ഓൺ ചേഞ്ച് വർക്ക് ആയിട്ട് ചേഞ്ച് അവിടെ വരും. അപ്പോൾ സ്റ്റേറ്റിൽ ഇപ്പോൾ ഓൾറെഡി ഉള്ള വാല്യൂ ഇപ്പം അർജന്റീന അല്ലെങ്കിൽ ഏജ് 37 ആണുള്ളെങ്കിൽ നമ്മൾ ചേഞ്ച് വരുന്ന സമയത്ത് ഓക്കെ എന്ത് ചെയ്യും, അത് മാറും, 36 ആവും. ഓക്കെ, അപ്പോൾ ഡേറ്റാബേസ് മാറില്ല, ഇവിടെ മാറും. എന്നിട്ട് നമ്മൾ എഡിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ഓൺ എഡിറ്റ് യൂസർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ആവും. ഈ ഫംഗ്ഷൻ കോൾ ആകുമ്പോൾ അതിലേക്ക് പോകുന്ന ഡേറ്റ 35 ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ 36 മാറി 35 ആയിട്ട് എഡിറ്റ് ആയി. ഇതാണ് സംഭവിക്കാം. ഓക്കെ, ഒന്ന് മനസ്സിലാക്കിയേ. ഓൺലൈനിലുള്ള ആർക്കെങ്കിലും പറഞ്ഞത് ഡൗട്ട് ഉണ്ടോ ചോദിക്കണേ. മറ്റേ ഫംഗ്ഷൻ കോളാവും, അതിനകത്തുള്ള വേറെ ഫംഗ്ഷൻ അങ്ങനെ കോളാവല്ലോ. ഇത് കുറേ ഇങ്ങനെ നമുക്ക് ചില പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഈ ലോജിക്ക് നമ്മൾ കുറേ എഴുതേണ്ടി വരും. ഒരു ഫംഗ്ഷനകത്ത് ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രം വേറെ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്താൽ മതി, നമ്മൾ അതിനെ കോൾ ബാക്ക് ആക്കും. ഇങ്ങനെ അടുപ്പിച്ച് 5-6 വരുവാണെങ്കിൽ സംഭവിക്കുന്ന വെച്ചാൽ 5-6 നമുക്ക് കോഡ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഒരു യൂസർ എന്ന നിലയിൽ നമ്മൾ അല്ലെങ്കിൽ ഡെവലപ്പർ എന്ന നിലയിൽ നമുക്ക് വായിക്കുമ്പോൾ എങ്ങനെയാണ് വർക്ക് ആവുന്നത് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഈ അവസ്ഥയ്ക്കാണ് കോൾ ബാക്ക് എന്ന് പറയാം. മൾട്ടിപ്പിൾ കോൾ ബാക്സ് നമ്മൾ ചെയ്ത സമയത്ത് അവസ്ഥ, അതായത് എന്താണ് ഇതിന്റെ ലോജിക്ക് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന അവസ്ഥ. ഇരുന്ന് ആലോചിച്ചാൽ കിട്ടും, അതൊക്കെ പതുക്കെ ഇരുന്ന് ഡീബഗ് ചെയ്യണം. ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ മറ്റേ പ്രോമിസ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. പ്രോമിസ് മെത്തേഡും അതെ
ഇപ്പൊ സിംഗിൾ ആണ്. ഈ കോൾ ബാക്ക് എല്ലാം ഒഴിവാക്കാൻ വേണ്ടിയാണ് പ്രോമിസ് മെത്തേഡ്. പക്ഷേ പ്രോമിസ് മെത്തേഡിൽ പിന്നെ ഡോട്ട് എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ. അപ്പൊ അതിനുശേഷം വന്നാണ് സിംഗിൾ വെയിറ്റ്. അത് വന്നപ്പോഴേക്കും ഇപ്പൊ നമുക്ക് ഒരു യൂസറിന് ഒരു കൃത്യമായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് കോഡ് ഫ്ലോ അല്ലെങ്കിൽ ഡാറ്റ ഫ്ലോ എങ്ങനെ മനസ്സിലാവും. ക്ലോഷർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇപ്പം എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അത് തന്നെ, അതായത് നമ്മൾ നേരത്തെ ഇപ്പൊ ഗ്ലോബൽ, അതായത് അതിന്റെ ഇപ്പം തന്നെ ഒരു ഫംഗ്ഷന്റെ ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഫംഗ്ഷൻ എഴുതി, ഈ ഫംഗ്ഷന്റെ പുറത്ത് എഴുതുന്ന വേരിയബിൾ അകത്ത് എഴുതുന്ന വേരിയബിൾസ് ഉണ്ടാവും. ഇപ്പം സ്കോപ്പാണ് ലോക്കൽ സ്കോപ്പ്. ബ്ലോക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ബ്ലോക്ക്. ഇപ്പം ഇത് ക്ലോഷർ ഡൗട്ട് ചോദിക്കേ. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങൾ ചെയ്യുക, എല്ലാം നോക്കിയേ. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എഡിറ്റ് യൂസർ എന്ന് പറഞ്ഞ പേജ് ക്രിയേറ്റ് ചെയ്യുക. ആ ഡിസൈനിൽ കോപ്പി എടുത്താൽ മതി. എന്നിട്ട് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ എഡിറ്റ് യൂസർ എന്ന് പറഞ്ഞ പേജിലേക്ക് പോകണം. എഡിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ പോകണം, URL ഇതിലാണോ ക്ലിക്ക് ചെയ്യാൻ ഐഡിയ ഉണ്ടാവണം. ഇത്രയും ചെയ്യും ഫസ്റ്റ് സ്റ്റെപ്പായിട്ട്. കോപ്പി ഇട്ടാതെ